ഈശോ ശക്തിയായിരിക്കട്ടെ. ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ബൈബിൾ എടുക്കാവോ? ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 17 7-8 വചനം നമുക്കൊന്ന് വായിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ സമയം നമ്മുടെ മുന്നിലുള്ള ഒരു അവസ്ഥ, ജീവിത സാഹചര്യം, ഏതെങ്കിലും ഒരു ഞെരുക്കം, ഏതെങ്കിലും ഒരു സഹനം, അതിനെ നമ്മളെ നിരാശയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വചനം നമ്മോട് പറയാണ്, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. കാരണം അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. നോക്കിക്കേ, ഒരു നീരുറവയുടെ അടുത്ത് നിൽക്കുന്ന ഒരു മരം, അതിന് ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരിക്കലും ജീവൻ അറ്റുപോകത്തില്ല. കാരണം അതിന് ജീവൻ കൊടുക്കുന്ന നീരുറവയിലാണ് അതിൻ്റെ വേരുറച്ചിരിക്കുന്നത്. അതിനൊന്നും സംഭവിക്കില്ല. ഞെരുക്കങ്ങളില്ലെന്നല്ല, സഹനങ്ങളില്ലെന്നല്ല, പക്ഷേ അതെപ്പോഴും തളിരിട്ട് തന്നെ നിൽക്കും. അതെപ്പോഴും ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ വേര് നമ്മുടെ ഈശോയിലാണെങ്കിൽ, പരിശുദ്ധ കുർബാനയിലാണെങ്കിൽ, പരിശുദ്ധാത്മാവിലാണെങ്കിൽ, ഈ പരിശുദ്ധ ദൈവം, പരിശുദ്ധ ത്രിത്വം നമുക്കെന്നും ജീവനായിരിക്കും. നമ്മളൊരിക്കലും നിരാശയിൽപ്പെട്ടു പോകത്തില്ല. ഈശോ നമ്മളെ മുൻപോട്ട് നയിക്കും മാത്രമല്ല, അനേകരെ മുൻപോട്ട് നയിക്കുവാൻ ഈശോ നമ്മളെ ഉപകരണമാക്കും. ആമേൻ.